ഹായ്, എല്ലാവർക്കും യേശുക്രിസ്തുവിൽ നിന്ന് സമാധാനം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ധ്യാനിച്ചിരുന്നോ? യേശുക്രിസ്തു ഉപവസിച്ചിരുന്നോ എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 4 മുതൽ 1 മുതൽ 17 വരെയും 17 1 മുതൽ 18 വരെയും അധ്യായങ്ങളിലും മാർട്ടിൻ്റെ 6-16 9 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. ആ സത്യവചനത്തിൽ ഇങ്ങനെയാണ് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ മരുഭൂമിയിലെ കഠിനമായ ഉപവാസത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും മലമുകളിലെ തൻ്റെ ധ്യാനത്തെക്കുറിച്ചും ഒക്കെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, അത്ര കഠിനമായിട്ടായിരുന്നു കർത്താവ് തൻ്റെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളെല്ലാം രൂപപ്പെടുത്തി കാണിച്ചത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൻ മനുഷ്യനായി പിറന്നത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൻ ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളും അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്നുകൊണ്ട് അവൻ്റെ ജീവാത്മാവിനെ നമുക്കും ധ്യാനിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ ഉപവാസങ്ങളും നമുക്ക് അവനോടൊപ്പം ആയിരുന്നുകൊണ്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ദൈവ ഐക്യത്തിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എത്രമാത്രം തീക്ഷ്ണമാണ് എന്നുള്ളത് കർത്താവ് നമുക്ക് ഈ വചനങ്ങളിലൂടെ കൃത്യമായും കാണിച്ചിട്ടുണ്ട്. ഇതിൽ അനേകം ബൈബിളിൽ നോക്കി അനേക ഭാഗങ്ങളിൽ ഈ ഉപവാസത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഞാനതിൻ്റെ പൂർണ്ണത ആയിട്ട് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും ഒന്ന് കയറണം എന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.